നീ എൻ സ്വന്തം ഭാഗം 8. ഏട്ടൻ്റെ ഒപ്പം ഞാനും വരാം. പക്ഷേ ഏട്ടൻ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാകും, ശരണ്യ പറഞ്ഞു. അതെങ്ങനെയാ? ഞങ്ങളുടെ കൂടെ പോരും മോള്. ലൊക്കേഷനിലേക്ക് വന്നാൽ മതി. ഞങ്ങൾ മോളെ അവിടെ വന്ന് കൊണ്ടുപോകാം. അല്ലെങ്കിൽ മോള് വീട്ടിൽ തന്നെ നിന്നാൽ മതി. എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് മോളെ കൂട്ടിക്കൊണ്ടു പോകാം. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യാമല്ലോ. ഞാനും ദക്ഷയും മാത്രമായിരിക്കും കൊച്ചിയിൽ. ഇവർ രണ്ടുപേരും കോഴിക്കോട്. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി കൂടിയുണ്ട്, ഭാനുപ്രിയ. പാലക്കാടാണ്. പക്ഷേ അവളെ അവളുടെ ഒരു കസിൻ വന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. നാളെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രീകുട്ടി പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്നതിന് ശേഷം ദക്ഷയുടെ വീട്ടിലേക്ക് വരും. ശ്രാവണിയും സാരംഗിയും പറഞ്ഞു. ഭാനുപ്രിയയും ഉണ്ടാവും കൂടെ. ഇവിടെ അവളുടെ അച്ഛൻ്റെ അനിയൻ്റെ ഫാമിലി ഇവിടെയാണ്. അവരെ കാണാൻ വേണ്ടി പോയതാണ്. ഇങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ച് വരാനിരുന്നതാണ്. അപ്പോഴാണ് അങ്ങോട്ട് ചെല്ലാനും എന്തോ നാട്ടിലേക്ക് കൊടുത്തുവിടാനുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അവൾ പോയതാണ്. ഞങ്ങൾ 5 പേരാണ് കൂട്ട്. അതില് ഇപ്പോൾ മോള് കൂടി വരുന്നു. എന്തായാലും വീട്ടിലൊന്ന് ചോദിച്ചു നോക്കൂ. ശ്രീദേവ് സാറിനോടും ഒന്ന് ചോദിച്ചു നോക്കൂ. സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് കൊച്ചിയിൽ വെച്ച് കാണാം. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് ഇവിടെ വരുമ്പോൾ എന്തായാലും കാണാലോ. അതുകൊണ്ട് വിഷമിക്കണ്ടാട്ടോ, ശ്രീകുട്ടി പറഞ്ഞു. ദക്ഷയും അവളെ ആശ്വസിപ്പിച്ചു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. സമയം ഒത്തിരി ലേറ്റായി. ദയ ശ്രീദേവിനോടും വിശുദ്ധനോടും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഏട്ടൻ നാളത്തെ കഴിഞ്ഞ് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഞാൻ കൂടി വരട്ടെ? എനിക്കും വെക്കേഷൻ ആണല്ലോ. ഈ ചേച്ചിമാര് അവിടെ ഉണ്ടാകുമല്ലോ. ഏട്ടൻ വർക്കിന് പോകുമ്പോൾ ഞാൻ ഇവരുടെ കൂടെ കൂടിക്കൊള്ളാം. ഇവിടെ എത്രയാന്ന് വെച്ചാൽ ബോറടിക്കുന്നു. ഒന്നുമില്ല കാണാനും കൂട്ടുകാരും ആയിട്ടൊന്നും. ഞാനും കൂടി വന്നോട്ടെ ഏട്ടൻ്റെ കൂടെ. ഏട്ടനെ ശല്യപ്പെടുത്തുകയേയില്ല. ഞാൻ ഇവരുടെ കൂടെ കൂടിക്കൊള്ളാം പ്ലീസ്. അവൾ ശ്രീദേവിന്റെ അടുത്ത് ചെന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ശ്രീദേവ് ദക്ഷയെയും കൂട്ടുകാരെയും ഒന്ന് നോക്കി. എടാ, ആ കൊച്ചു പോരട്ടെ. അവിടെ എന്തായാലും നീ നിന്റെ വീട്ടിലായിരിക്കില്ലേ? അവളും അവിടെ കൂടിക്കോട്ടെ. അവിടെ ജോലിക്കാരുണ്ടല്ലോ. പിന്നെ നമ്മൾ വർക്കിന് പോയാലും ഇവരുണ്ടാകും ഈ കൊച്ചിന്റെ കൂടെ, അല്ലേടോ? വിശ്വം ദക്ഷയോട് ചോദിച്ചതും അതെ, ഞങ്ങൾ നോക്കിക്കോളാം, അവൾ പറഞ്ഞു. അതുമാത്രമല്ലടാ, അവിടെ അതിന് നല്ല ഫ്രീഡം കിട്ടും. ഇവിടത്തെ പോലെ കൂട്ടിലടച്ച പോലെ എപ്പോഴും ഇരിക്കണ്ടല്ലോ, വിശ്വം പറഞ്ഞതും ശ്രീദേവ് അവളെ നോക്കി. പ്ലീസ് എന്ന് വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടതും എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, ഞാൻ കൊണ്ടുപോകാം. പക്ഷേ അച്ഛനും അമ്മയും ദാദയും ദാദിയും അവരോട് അനുവാദം നീ ചോദിക്കണം, ശ്രീദേവ് പറഞ്ഞു. ഏട്ടൻ കൂടെ നിന്നാ മതി. അവരോട് സമ്മതം മേടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് അവൾ ശ്രീദേവിന്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ മുഖം പിടിച്ച് താഴ്ത്തിക്കൊണ്ട് അവന്റെ കവിളിൽ ചുംബിച്ചു. ശരണ്യയുടെ സ്നേഹപ്രകടനം നോക്കി നിന്ന ദക്ഷയും കൂട്ടുകാരുടെയും ദയയുടെയും വിശ്വത്തിന്റെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മതി മതി, ഞാൻ പറഞ്ഞില്ലേ ദാദയും ദാദിയും സമ്മതിക്കണം എന്ന്. എന്നാ മാത്രമേ എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റൂ, ശ്രീദേവ് പറഞ്ഞു. അത് ഞാൻ സമ്മതിപ്പിക്കാം എന്ന് അവൾ വീണ്ടും പറഞ്ഞു. എന്നാ പിന്നെ ഇനി ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി, ദയ പറഞ്ഞു. അപ്പോഴാണ് അവരെ അന്വേഷിച്ച് ഗൗതമും നീനയും അങ്ങോട്ട് വന്നത്. നമുക്ക് ഇറങ്ങിയാലോ? ഗൗതം ചോദിച്ചു. ഞങ്ങൾ അതിനുവേണ്ടി ഗൗതമിനെ വിളിക്കാൻ പോവുകയായിരുന്നു, ദയ പറഞ്ഞു. അവർ ശ്രീദേവിനോടും ശരണ്യയോടും വിശ്വത്തിനോടും യാത്ര പറഞ്ഞു. അതിനിടയ്ക്ക് അവരുടെ അടുത്തേക്ക് വന്ന ശ്രീദേവിന്റെ അമ്മയോടും അച്ഛനോടും പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. റൂമിലെത്തിയതും എല്ലാവരും വന്ന് ഫ്രഷായി വേഗം തന്നെ ഉറങ്ങി. നല്ല ക്ഷീണമുണ്ടായിരുന്നു എല്ലാവർക്കും. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദയ സെറ്റിലേക്ക് പോയി. ഇന്നത്തോടെ ഇവിടുത്തെ ഷൂട്ടിംഗ് തീരുകയാണ്. നാളെ അവർ കൊച്ചിയിലേക്ക് പോവുകയാണ്. ആ സന്തോഷത്തിലായിരുന്നു ദക്ഷയും കൂട്ടുകാരും. ദയ സെറ്റിലേക്ക് പോയി 11 മണിയോടുകൂടി ദക്ഷയും കൂട്ടുകാരും സെറ്റിലേക്ക് ചെന്നു. ഭാനുപ്രിയ ഇന്ന് സെറ്റിലേക്ക് വരാം എന്ന് പറഞ്ഞതുകൊണ്ട് അവർ അങ്ങോട്ട് പോയത്. അവൾ ഇതുവരെ ശ്രീദേവ് സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ സെറ്റിലേക്ക് അവളോട് വരാൻ പറഞ്ഞതും. അവർ അവിടെ ചെന്നതും അപ്പോഴാണ് ശ്രീദേവിന്റെ ക്യാരവാനിൽ നിന്നും ശരണ്യ ഇറങ്ങി വരുന്നത് കണ്ടത്. ചേച്ചിമാരെ, ഞാനും നിങ്ങളുടെ ഒപ്പം വരുന്നുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് സമ്മതം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. അതെയോ? അപ്പോ എങ്ങനെയാ നിങ്ങൾ വരുന്നത്? ഇന്ന് വരുന്നുണ്ടോ അല്ലെങ്കിൽ നാളെയാണോ? ദക്ഷ ചോദിച്ചു. നമ്മളെല്ലാവരും ഒരുമിച്ചാ പോകുന്നത്. രാവിലെ വന്നപ്പോൾ ദേച്ചേച്ചിയുമായി ഏട്ടൻ സംസാരിക്കുന്നത് കേട്ടു. രാവിലെ 11 മണിക്കാണ് ഫ്ലൈറ്റ്, ശരണ്യ പറഞ്ഞു. എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം, അതാ നല്ലത്. നിങ്ങൾ നേരെ കൊച്ചിയിലേക്കല്ലേ? ദക്ഷ ചോദിച്ചു. അവിടെ ഞങ്ങളുടെ വീട്ടിലേക്കാണ്. പിന്നെ ഇടയ്ക്ക് തറവാട്ടിലൊന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ. അമ്മയുടെ തറവാട് തൃശ്ശൂരുണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ
ഏട്ടനോടും എന്നോടും ഇടയ്ക്കൊന്ന് പോയി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നല്ല രസമാണ്, ശരണ്യ പറഞ്ഞു. അതിനൊക്കെ സമയമുണ്ടല്ലോ. ആദ്യം നമുക്ക് ഇവിടെ നിന്നും നമ്മുടെ നാട്ടിലേക്ക് പോകാം. എനിക്ക് അവിടെ ചെന്നാലേ സമാധാനാവൂ, ദക്ഷ പറഞ്ഞു. നിനക്ക് നിന്റെ മുത്തശ്ശിയെ കാണാനല്ലേ? അതെ, മുത്തശ്ശിയെ കാണാൻ തന്നെയാണ്. എനിക്ക് വേണ്ടി പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ച് ദിവസമായി, ദക്ഷ പറഞ്ഞു. അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ദയ വരുന്നത്. കൂടെ ശ്രീദേവും ഉണ്ട്. എല്ലാത്തിൻ്റെയും സന്തോഷം നോക്കി ശ്രീദേവ് ഇപ്പോഴും കൊച്ചുകുട്ടികളാ എന്ന വിചാര ദയ ദക്ഷയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു. അതെ, ഞങ്ങൾ കൊച്ചുകുട്ടികൾ തന്നെയാ. ഇപ്പോഴേ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റൂ. കല്യാണമൊക്കെ കഴിഞ്ഞ പിന്നെ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ആരുടെയൊക്കെ അനുവാദം ചോദിക്കണം? ഭർത്താവിൻ്റെ അനുവാദം ചോദിക്കണം, അവരുടെ വീട്ടുകാരുടെ, എന്തിന് ആ വീട്ടിൽ നിൽക്കുന്ന പട്ടികളുടെയും പൂച്ചകളുടെയും വേലക്കാരുടെയും വരെ വേണമെങ്കിൽ അനുവാദം ചോദിക്കേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് നമ്മുടെ അച്ഛനമ്മമാരെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രീഡം എന്തായാലും അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, ഈ വെക്കേഷനും, ശ്രീകുട്ടി പറഞ്ഞു. അപ്പോഴേക്കും ദക്ഷയുടെ ഫോണിലേക്ക് ഭാനുപ്രിയയുടെ കോള് വന്നു. നീ എവിടെയാണ്? ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തുണ്ട്. നീ എവിടെയാണ്? ഞാനിവിടെ എൻട്രൻസിലുണ്ട്. നീ എന്നാ അകത്തേക്ക് കയറിയോ? ആ കയറി. എന്നാ അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോന്ന് കഴിയുമ്പോൾ തന്നെ നിനക്ക് ഷൂട്ടിംഗ് നടക്കുന്നത് കാണാൻ പറ്റും. അതെ, ഞാൻ വലിയ ബാഗുമായിട്ടാണ് വരുന്നത്. എനിക്ക് ഇതൊന്നും കൊണ്ട് നടക്കാനൊന്നും വയ്യ. അതുകൊണ്ട് മോൾ കാറുമായിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പോൾ നീ ഇവിടം വരെ വന്നത് എങ്ങനെയാണ്? കാറിലല്ലേ? കാറിലാണ്. ആ കാറ് ഞാൻ അവിടെ വെച്ച് തന്നെ തിരിച്ചു വിട്ടുവെന്നോ? അത് നിന്റെ കസിനല്ലായിരുന്നോ? അതെ, അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വിട്ടത്. ആ വായി നോക്കി ഞാൻ എങ്ങോട്ടാ പോകുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ്. അതിനെ പറഞ്ഞു വിട്ടത് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. നീ എന്തായാലും വേഗം വാ, ഇവിടെ എൻട്രൻസിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ഭാനുപ്രിയ പറഞ്ഞു. ശരി ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞ് ദക്ഷ വേഗം കാറിനടുത്തേക്ക് ചെന്നു. ചേച്ചി, ഞാൻ ഭാനുപ്രിയെ ഒന്ന് പിക്ക് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൾ കാറിൽ കയറി. കാറും എടുത്തുകൊണ്ട് പോയി. അവൾ ചെന്നപ്പോൾ കണ്ടു 2 വലിയ പെട്ടികളുടെ പുറത്ത് കയറിയിരിക്കുന്ന ഭാനുവിനെ. നീ കുറെ നേരമായി വന്നിട്ട്? ദക്ഷ ചോദിച്ചു. നിന്നെ വിളിച്ചപ്പോൾ എത്തിയതേയുള്ളൂ. നീ ഇങ്ങോട്ട് വന്നേ, ഈ പെട്ടിയൊന്ന് കയറ്റി വെച്ചേ, എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല, ഭാനു പറഞ്ഞു. ഇതെന്തുവാടി, ഇവിടെയുള്ള സാധനങ്ങളെല്ലാം നീ വാങ്ങിയിട്ടുണ്ടോ? അതിനിത് ഞാൻ വാങ്ങിയതൊന്നല്ല, അവരുടെ വീട്ടിലേക്ക് ആൻറ്റി എന്ന് പറയുന്ന സാധനം മേടിച്ച് തന്നു വിടുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ചുമന്നിട്ട് വേണം ഞാൻ പോകാൻ. എന്നിട്ട് എനിക്കതിൻ്റെ നന്ദി സൂചകമായിട്ട് ഒരു കോലുമിഠായി പോലും വാങ്ങിത്തരില്ല, ദുഷ്ട. ഇതിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റണം, എന്നാലേ എനിക്ക് മുതലാകൂ, ഭാനു പറഞ്ഞു. അവർ 2 പേരും കൂടി കാറിലേക്ക് സാധനങ്ങൾ എടുത്തു വെച്ചു. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. എൻ്റെ ഭാനു, നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇത്രയും വലിയ ബാഗുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കാർ എടുത്തത്, ദക്ഷ പറഞ്ഞു. അവർ ഷൂട്ട് നടക്കുന്നതിൻ്റെ അവിടെ എത്തിയപ്പോൾ കണ്ടു അവിടെ ശ്രീദേവിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. അവിടെ നിൽക്കുന്ന ദയയെ കണ്ടതും ഭാനുപ്രിയ ഓടിച്ചെന്നു. ചേച്ചി, ആ വന്നോ? സുഖാണോ നിനക്ക്? ആ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. അല്ല, നീ ഇവിടെ ഇവരുടെ ഒപ്പം ഹോസ്റ്റലിൽ നിന്ന് പോന്നിട്ട് പിന്നെ എങ്ങോട്ട് പോയി? ഓ, അതൊന്നും പറയണ്ട എൻ്റെ ചേച്ചി. ഇങ്ങോട്ട് വരുന്ന വഴിക്കാ ആ ആൻറ്റി എന്ന് പറയുന്ന സാധനം വിളിക്കുന്നത്. അത്യാവശ്യമായിട്ട് വരണമെന്നും നിങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ തരാനാണ് എന്ന് പറഞ്ഞു. പോയി നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല എൻ്റെ ചേച്ചി, ആ വീട്ടിലുള്ള സകല ആക്രി സാധനങ്ങളും എന്നെ കൊണ്ട് നാട്ടിലേക്ക് എത്തിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ ചേച്ചി. ഭാനു പറയുന്നത് കേട്ട് എല്ലാവർക്കും ചിരി വന്നു. അവിടെ ശ്രീദേവിൻ്റെ സീൻ എടുക്കുന്നത് കണ്ട്, ചേച്ചി, അത് ശ്രീദേവ് സാറല്ലേ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അവിടെ നിന്ന് എല്ലാവരും അവളെ നോക്കി. നീ പതിയെ പറ, ദക്ഷ പറഞ്ഞു. അത് പിന്നെ ഞാൻ പെട്ടെന്ന് കണ്ട എക്സൈറ്റ്മെന്റിൽ പറഞ്ഞതാണ്, അവൾ പറഞ്ഞു. നിന്റെ എക്സൈറ്റ്മെന്റ് കൂടിപ്പോയതിൻ്റെയാ. ദാ നോക്ക്, എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നത്, ശ്രീകുട്ടി പറഞ്ഞു. നീയൊക്കെ കുറേ പ്രാവശ്യം കണ്ടല്ലേ, എനിക്കൊന്ന് കാണണം, അടുത്ത് നിന്ന് സംസാരിക്കണം, ഫോട്ടോ എടുക്കണം, പറ്റുമെങ്കിൽ ഒരു വീഡിയോ തന്നെ എടുക്കണം, അവൾ പറഞ്ഞു. അതെന്തിനാ വീഡിയോ? ഇപ്പോൾ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയെന്ന് പറഞ്ഞില്ലേ ഒരു സാധനം, അവനെ ഒന്ന് കാണിച്ചു കൊടുക്കാനാ. അവൻ എന്നോട് പറയുക, നീ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ തന്നെ അവർ പിടിച്ച് പുറത്താക്കുമെന്ന്. ഞാൻ ആ പിശാശിനോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ് ദയ, ഞങ്ങൾ നല്ല കൂട്ടുകാരാണെന്നൊക്കെ. അവൻ വിശ്വസിച്ചില്ല. അപ്പോൾ നിനക്ക് നീ എടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കാറുന്നില്ലേ ദയ ചേച്ചിയോടൊപ്പം? അത് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ പറയാ, ഏതോ ഷൂട്ടിംഗ് സെറ്റിൽ ചെന്ന് നമ്മൾ എടുത്തതാണെന്ന്. അപ്പോൾ തുടങ്ങി ഞാൻ അവനെ ടോങ്ങി വെച്ചിരിക്കുന്നതാ. ആ വാശിക്ക അവനെ ഞാൻ പുറത്താക്കി അവിടെ ഇറങ്ങിയത്.
അവൾ പറഞ്ഞത് കേട്ടതും ദക്ഷ തലയ്ക്ക് കൈവച്ച് നിന്നു. നീൻ്റെ ഒരു കാര്യം ദേ, ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ ശ്രീദേവ് സാറിനെ? അതിനെന്താ, നിന്നെ പരിചയപ്പെടുത്തി തരാൻ മാത്രമല്ല, നമ്മൾ ഒരുമിച്ചാണ് നാളെ കൊച്ചിയിലേക്ക് പോകുന്നത്. ദയ പറഞ്ഞതും ശരിക്കും ശ്രീദേവ് സാറിനൊപ്പമാണ് നമ്മൾ പോകുന്നത്? അതെ, ശ്രീദേവിൻ്റെ ഒപ്പം തന്നെയാണ് പോകുന്നത്. ഓഹ് ദൈവമേ, ഞാനൊരു കലക്കും. നോക്കിക്കോ. അവൾ ആവേശത്തോടെ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ശരണ്യയെ കാണുന്നത്. ഇതാരാ? ഈ പുതുമുഖത്തെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഈ സിനിമയിൽ അഭിനയിക്കുന്നതാ? ബാനു ചോദിച്ചതും ഇല്ലില്ല, ഇത് സിനിമയിൽ അഭിനയിക്കുന്നൊന്നുമല്ല. പക്ഷേ പറഞ്ഞ നീ ആളെ അറിയും. അങ്ങനെ ആര്? അതെ, നമ്മുടെ ശ്രീദേവ് സാറിൻ്റെ സഹോദരിയാണ്. ഏ, ഈ നിൽക്കുന്ന ശ്രീദേവ് സാറിൻ്റെ സഹോദരിയോ? ഇത് ചെറിയ കുട്ടിയാണല്ലോ. അവർ തമ്മിൽ ഇത്തിരി വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്, ശ്രീകുട്ടി പറഞ്ഞു. ശരിക്കും മോള് ശ്രീദേവ് സാറിൻ്റെ അനിയത്തിയാണോ? അതെ ചേച്ചി. എന്താ? ഒന്നുമില്ല. സുഖാണോ മോൾക്ക്? സുഖാണല്ലോ. അല്ല, ചേച്ചിയുടെ പേരാണോ ഭാനുപ്രിയ? അതെ, ഞാനാണ് ഭാനുപ്രിയ. ഇവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചേച്ചി, ഞാനും വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെ കൊച്ചിയിലേക്ക്. ആണോ? അതിനെന്താ, മോളെ കൊണ്ടുപോകാലോ. ഭാനു പറയുന്നത് കേട്ടതും നീ കൊണ്ടുപോയിട്ട് വേണമല്ലോ ആ കൊച്ചിന് വരാൻ, ഒന്ന് പോയടി അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രാവണി നിൽക്കുന്നത് കണ്ടതും എന്താടി നിനക്ക് വന്നപ്പോൾ മുതൽ എന്നെ മൈൻഡില്ലാത്തത്? നിനക്കേ യോഗമില്ല മോളെ, യോഗം. ഞങ്ങൾ ഇന്നലെ എവിടേക്ക് പോയിന്നറിയോ? ഓ, കണ്ടു സ്റ്റാറ്റസ്. അതിൻ്റെ അഹങ്കാരമായിരിക്കും. അഹങ്കാരമല്ല മോളെ, മര്യാദക്ക് നിന്നോട് പറഞ്ഞതാ ഞങ്ങളുടെ ഒപ്പം പോര്, നമുക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. ചാടിത്തുള്ളി പോയതല്ലേ. എൻ്റെ കസിൻസിൻ്റെ ഒപ്പം ഞാൻ കറങ്ങാൻ പോവും, അവിടെ പോവും, ഇവിടെ പോകുന്നു. എന്നിട്ട് എവിടെയെങ്കിലും പോയോ? നീ ചോദിച്ചു. എങ്ങും പോയില്ല, അവരെന്നെ കൊണ്ട് ഇതെല്ലാം പാക്ക് ചെയ്യിക്കായിരുന്നു. നന്നായി. ഞങ്ങൾ ഇന്നലെ ശ്രീദേവ് സാറിൻ്റെ വീട്ടിൽ പോയി. എന്നാ ഭംഗിയായിരുന്നെന്നറിയാം വീട് കാണാൻ. ശരിക്കും മൈസൂർ പാലസിൽ പോയിട്ടുണ്ടോ നീ? സാരംഗി ചോദിച്ചു. പിന്നെ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും കൂടിയല്ലേ പോയത് ടൂറ്. അവിടെ പോയതുപോലെ തന്നെയാ, അതുപോലത്തെ ഒരു വീടാ. ശരിക്കും? ശരിക്കും. മോളെ, അവൾ ശരണ്യയുടെ കയ്യിൽ പിടിച്ചു. ഇനി അടുത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഇനി അടുത്ത് അറിയില്ലല്ലോ ചേച്ചി, എനിക്ക് ഓർമ്മയില്ല. അമ്മയോട് ചോദിച്ചു നോക്കണം, അവൾ പറഞ്ഞു. എന്നാ ചോദിച്ചു നോക്കിയിട്ട് ഒന്ന് പറയണം കേട്ടോ. അതെന്തിനാ? അതെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനാ. അന്ന് നമുക്ക് ശ്രീദേവ് സാറിനെ പോയി കാണാം, യാദർച്ഛികമായി കണ്ടതുപോലെ. എന്നിട്ട് സാറ് നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കും, നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുക്കും. എങ്ങനെയുണ്ട് ബുദ്ധി എന്ന് പറഞ്ഞ് അവൾ നോക്കിയത് ശ്രീദേവിനെ ആയിരുന്നു. കൈകെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവൾ പെട്ടെന്ന് ദക്ഷയുടെ പിന്നിലേക്ക് പോയി. എന്താടി? ശ്രീദേവ് സാറ് നോക്കുന്നു, അവൾ പറഞ്ഞപ്പോഴാണ് ദക്ഷ ശ്രീദേവിനെ കാണുന്നത്. ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കൊന്നും വേണ്ട, എൻ്റെ വീട്ടിലേക്ക് വരാനല്ലേ ഇന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്നാവാം നമുക്കെല്ലാവർക്കും ഭക്ഷണം. എന്ത് പറയുന്നു? ശ്രീദേവ് ചോദിച്ചതും അയ്യോ വേണ്ട ശ്രീദേവ്, അവളൊരു തമാശ പറഞ്ഞതാ, ദയ പറഞ്ഞു. അല്ലടോ, നിങ്ങളെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവളുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനാന്നാ പറഞ്ഞത് അമ്മ, ശ്രീദേവ് പറഞ്ഞു. എന്നാ പിന്നെ പോകാല്ലേ ചേച്ചി, പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് ഭാനു പറഞ്ഞു. പോകാം, ദയ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ ഇവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞോ? ദക്ഷ ചോദിച്ചു. കഴിഞ്ഞു മോളെ, ലാസ്റ്റ് സീനായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ഇനി എവിടേക്കാണ് ചേച്ചി? ഇനിയിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയും പിന്നെ ഗുരുവായൂരൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ശ്രീദേവ്? ദയ ചോദിച്ചു. ഗുരുവായൂർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വെറുതെ ഒന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ പോകണമെന്ന് തന്നെ പറഞ്ഞു, ശ്രീദേവ് പറഞ്ഞു. അതിനെന്താ ശ്രീദേവ്, മിക്കവാറും ഷൂട്ടിംഗ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കയറാമെന്ന്, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ദയ പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? സമയമായല്ലോ ഭക്ഷണം കഴിക്കാൻ, ശ്രീദേവ് ചോദിച്ചു. അതിനെന്താ, പോകാം, പെട്ടെന്ന് ഭാനു പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. അതെ, നല്ല വിശപ്പുണ്ട്, അവൾ പറഞ്ഞു. ഈ പെണ്ണ് നാണം കെടുത്തു എന്നാ തോന്നുന്നത്, ശ്രീകുട്ടി പറഞ്ഞു. എന്തിനു നാണം കെടുത്തുന്നത്? നീ ആ കാറിലിരിക്കുന്ന 2 ബാഗ് ഒന്ന് പൊക്കി നോക്കിയാൽ മതി. പിന്നെ നീ എനിക്കിങ്ങോട്ട് ഭക്ഷണവും ജ്യൂസും എല്ലാം വാങ്ങിത്തരും. അത്രയ്ക്കുണ്ട് കനം.
അതിന് നീ തലയിൽ വെച്ചൊന്നുമല്ലല്ലോ വന്നത്, കാറിൽ വെച്ചിട്ടല്ലേ വന്നത്. ആഹാ, അത് പറയാം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പരട്ട കസിൻ എന്നെ അവിടെ റോട്ടിൽ ഇറക്കി വിട്ടത്. അവൾ അത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അടുത്ത് നിന്ന ശ്രീദേവിനെ നോക്കി. അവൻ കേട്ടല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ചമ്മൽ തോന്നി. അത് പിന്നെ എൻ്റെ ഒരു കസിനാ, അവനെ പറഞ്ഞതാ. ശ്രീദേവിനോട് ഭാനു പറഞ്ഞതും ശ്രീദേവ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആ അവൻ അവൻ എന്നെ റോട്ടിൻ്റെ അപ്പുറമാണ് ഇറക്കി തന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വന്നതാ ഒറ്റയ്ക്ക്. എന്നിട്ട് ഞാൻ എൻട്രൻസിൻ്റെ അവിടെ വന്ന് അതവിടെ വെച്ചിട്ട് അതുമ്മ കയറിയിരുന്നു. ഇവള് വന്നപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. ഓ, അത്രയല്ലേ ഉള്ളൂ? അത്രയേ ഉള്ളൂന്നോ? അത് തന്നെ വലിയ കാര്യമാണ്. നിനക്ക് ഞാൻ കാണിച്ചു തരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി നടന്നതും പെട്ടെന്ന് ആരെയോ വന്ന് ഇടിച്ചു. ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ രണ്ടുപേരും നിലത്തേക്ക് വീണു. അത് കണ്ടുകൊണ്ട് നിന്ന് എല്ലാവരും തലയിൽ കൈവച്ചു. അയ്യോ വിഷും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ശബ്ദം ശരിയായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് ടിപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കും പിന്നെ കമൻസിലൂടെയാണ് പറഞ്ഞു തന്നേക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ശബ്ദം ഒക്കെ ആയി വന്നിട്ടുണ്ട്. ജലദോഷം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഓർമ്മയ്ക്കായി എന്ന സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേട്ട് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇപ്പോൾ ചെയ്യുന്ന എല്ലാ സ്റ്റോറികളും റൊമാൻറ്റിക് സ്റ്റോറികൾ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.